2020 ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതികൾക്ക് ജാമ്യമില്ല. ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും മറ്റ് 8 പേർക്കും ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2020 സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ ഗൂഢാലോചന, കലാപം, നിയമവിരുദ്ധമായി സംഘം ചേരൽ, UAPA തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ കേസാണിത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു കലാപമായി മാറിയത്. ഇവരുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഉമർ ഖാലിദ് അടക്കം 9 പേർ ജയിലിൽ തുടരണം എന്ന് തന്നെയാണ് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി കഴിഞ്ഞത്. കോടതി എന്തൊക്കെ നിലപാടാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമാക്കിയത്? KP 2020 ഡൽഹി കലാപത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. കേസിൽ വിചാരണ കോടതി ജാമ്യം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത്. എന്നാൽ ഹൈക്കോടതിയിൽ ഡൽഹി പോലീസ് അന്വേഷണ സംഘം പ്രതികളുടെ ജാമ്യത്തെ രൂക്ഷമായി എതിർക്കുകയും 2020 കലാപം വഷളാക്കുന്നതിനും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതിനും ഷർജീൽ ഇമാമും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന വാദമാണ് അന്വേഷണ സംഘം മുൻപോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടും കൂടാതെ വിചാരണ കോടതി നടപടി ശരിവെച്ചുകൊണ്ടുമാണ് ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. 2020 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതി അത് ഭാരതത്തിനകത്തുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്നും അവരെ രാജ്യത്തു നിന്ന് പുറത്താക്കുമെന്നുമുള്ള വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ഭാരതത്തിനകത്ത് കലാപത്തിന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഡൽഹിയിൽ ഷഹീൻ ബാഗ് ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ ഡൽഹി മേഖലയിൽ വലിയ സമരം ആരംഭിച്ചു. അവിടെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ടെന്റ് കെട്ടി സമരം ആരംഭിച്ചു. ആ സമരവേദിയിലും സർവകലാശാലകളിലും പൊതുനിരത്തിലും ഉമർ ഖാലിദും ഷർജീൽ ഇമാമും ഉൾപ്പെടെയുള്ളവർ മുഴുവൻ മുസ്ലിമുകളും റോഡിലേക്ക് ഇറങ്ങണമെന്നും ഈ നിയമത്തെ തടയണമെന്നും അതല്ലെങ്കിൽ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും തുടങ്ങി പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനയും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് വടക്കുകിഴക്കൻ ഡൽഹി മേഖല 48 മണിക്കൂറിലധികം കലാപത്തിലേക്ക് പോവുകയും 53 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആ കലാപത്തിന്റെ ഗൂഢാലോചനയിൽ ഷർജീൽ ഇമാമിനും ഉമർ ഖാലിദും ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2020 സെപ്റ്റംബറിലാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. വിചാരണ നേരിട്ട് വരികയാണ്. അതിനിടയിലാണ് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയും ജാമ്യം നിരസിക്കുകയാണ് ഉണ്ടായത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.